ഹായ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ക്ലാസ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ 3rd ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആയിട്ട് നമ്മൾ പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, what is the potential due to an electric dipole, equipotential surfaces. ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ടോപ്പിക് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്താണ് എന്നുള്ള കാര്യം നമുക്കിനി പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് തന്നാൽ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ തന്നാൽ ഇലക്ട്രിക് ഫീൽഡും നമ്മൾ കാണാൻ സഹായിക്കുന്ന ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ എടുക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ Q എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ട്, പ്ലസ് Q ആയിക്കോട്ടെ. നമുക്കറിയാം ഒരു ചാർജ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് ഈ സ്പേസിലുള്ള ഒരു പോയിൻ്റാണ് ഇത്, എ എന്ന് പറയുന്ന പോയിൻ്റ് ആയിക്കോട്ടെ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പോൾ Q എന്ന് പറയുന്ന ചാർജിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റാണ് എ. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിനോട് വളരെ അടുത്തുള്ള മറ്റൊരു പോയിൻ്റാണ് ബി. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ എയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണോ അത് തന്നെ ബിയിലേക്ക് വരണം എന്ന് വെച്ചാൽ വളരെ അടുത്തുള്ള 2 പോയിന്റ് ആണെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. അപ്പോൾ എയും ബിയും വളരെ അടുത്തുള്ള 2 പോയിന്റുകളാണ്. ഓക്കെ, ഇപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഇത്. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് ഇപ്പോൾ. ഇലക്ട്രിക് ഫീൽഡാണ് ഇ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു 1 കൊളൂം വെക്കുകയാണെങ്കിൽ ആ 1 കൊളൂമ്പിന്മേലുള്ള ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. 1 കൊളൂമ്പിന്മേലുള്ള ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയുള്ള ഈ 1 കൊളൂമ്പിനെ ബിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. ആ ഡിസ്റ്റൻസിനെ നമുക്ക് dr എന്നെഴുതാം. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 കൊളൂമ്പിനെ ഓർ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്കിനെയാണ് ആ 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ബിക്കും എക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ dV എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആ dV നമുക്ക് കാണാം. എങ്ങനെ കാണാം? ബിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് കാണാം. എന്താ വർക്ക് കാണാനുള്ള ഇക്വേഷൻ? 1 കൊളൂമ്പിനെ ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എങ്ങനെ കാണാം? വർക്ക് ഈസ് ഈക്വൽ ടു dW ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ ഫോഴ്സ്? 1 കൊളൂമ്പിന്മേലുള്ള ഫോഴ്സ് ഇ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് 1 കൊളൂമ്പിനെ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ഫോഴ്സ് കൊടുക്കണം? എത്ര എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കണം? -E. അങ്ങോട്ടുള്ള ഫോഴ്സ് ഇ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിൽ ഇങ്ങോട്ട് -E കൊടുക്കണം. ഡോട്ട് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? dr. അപ്പോൾ ഇതെന്തുള്ള വർക്കാണ് ശരിക്കും? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ റിക്വയർഡ് ടു മൂവ് 1 കൊളൂം ഫ്രം ബി ടു എ. അതിനെയാണ് ബിക്കും എക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് dV ഈക്വൽസ്. അപ്പോൾ ഈ വർക്ക് തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈക്വൽസ് -E ഇങ്ങോട്ടാണ്, dr ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് വെക്റ്റർ സൈൻ വേണ്ട, വെക്റ്റർ സൈൻ പോവും. -E ഇൻറ്റു dr. കാരണം ഇതിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. ഇതിൻ്റെ എക്സ്പെൻഷൻ എന്താ? -E ഇൻറ്റു dr ഇൻറ്റു cos 0 എന്ന് വരും. കാരണം -E ഇങ്ങോട്ടാണ്, dr ഇങ്ങോട്ടാണ്. അപ്പോൾ ആംഗിൾ 0 വരും. cos 0 is 1, cos 0 1 ആയതുകൊണ്ട്
So potential difference dV is equal to minus E into dr. Therefore, electric field intensity E is equal to minus dV by dr. ഇതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. ഈ റിലേഷനിലേക്കാണ് നമ്മൾ എത്തേണ്ടിയിരുന്നത്. So this gives the relation between electric field intensity and potential. ഈ പൊട്ടൻഷ്യൽ dV by dr വിളിക്കുന്നതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. സോ dV by dr is potential gradient. Potential gradient. So കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് മീൻസ് variation of potential with distance. So that is known as the potential gradient. So electric field intensity is equal to the negative of potential gradient. ഇതിൽ നിന്നും ചില ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ തിരിച്ച് പൊട്ടൻഷ്യൽ തന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കാണാമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് തന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ നമുക്ക് ഈ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് കാണാൻ പറ്റും. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? നമുക്കറിയാം ന്യൂട്ടൺ പെർ കൊളൂംബ് ആയിരുന്നു. ഈക്വൽസ്. സോ 1 ന്യൂട്ടൺ പെർ കൊളൂംബ് ഈക്വൽസ്. ഇനി ഇവിടുത്തെ യൂണിറ്റ് ഇക്വേറ്റ് ചെയ്യാം. dV പൊട്ടൻഷ്യലാണ് വോൾട്ട്, dr ഡിസ്റ്റൻസ് ആണ് മീറ്റർ. So 1 volt per meter. So 1 Newton per coulomb is equivalent to 1 volt per meter. ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ സ്വാഭാവികമായിട്ട് ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ വേരിയേഷൻ. പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ബട്ട് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ. സോ ദിസ് അബൌട്ട് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. സോ വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി? യു എന്ന് കൊടുക്കാറുണ്ട്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ? ഓക്കെ. പിന്നെ നമുക്ക് ആദ്യം പറയേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് പറയാം, ഒരു ചാർജിൻ്റെ. പിന്നീട് ഒരു സിസ്റ്റം ഓഫ് ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും പറയാം. ആദ്യം എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ്. ഒരു ചാർജിൻ്റെ കാര്യം ആദ്യം പറയാം. ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് 2, 3, 4 എത്ര ചാർജസിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചാർജ് എടുക്കുന്നു. ഇത് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇതാണെങ്കിൽ ഇതിന് ചുറ്റുമുള്ള സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ പോയിന്റിലേക്ക് ഇവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റാണിത്. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് എടുക്കാം. സോ അറ്റ് ദിസ് പോയിന്റ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? VR എന്ന് ഞാൻ കൊടുക്കുന്നു. VR കാണാനുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾക്കറിയാം. ദറ്റ് ഈസ് 1/4πε0 ഇൻറ്റു Q/R എന്നാണ് ഇവിടെ പോയിന്റിലെ പൊട്ടൻഷ്യൽ. ഈ ഒരു ചാർജ് ഇല്ലായിരുന്നെങ്കിൽ ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഇനി എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്നും 1 കൊളൂംബിനെ കൊണ്ടുവന്ന് ഈ പോയിന്റിൽ പ്ലേസ് ചെയ്യാൻ ആവശ്യമായ വർക്കിനെയാണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഒരു കൊളൂംബിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് Q0 അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ പോയിന്റിൽ Q0 എന്ന് പറയുന്നൊരു ചാർജ് വെക്കുകയാണെങ്കിൽ ആ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എളുപ്പമാണ്. 1 കൊളംബിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാൻ ആവശ്യമായ വർക്ക് VR ആണെങ്കിൽ Q0 കൊളംബിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാൻ ആവശ്യമായ വർക്കിനെയാണ് ആ ചാർജിൻ്റെ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽസ് എന്താ ചെയ്യേണ്ടത്? ഒരു കൊളംബിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് എത്രയാണ്? V ഇൻറ്റു R. ഇത് 1 കൊളംബിനെ കൊണ്ടുവരാനുള്ള വർക്കാണ് ഇൻഫിനിറ്റിയിൽ നിന്നും. അങ്ങനെയാണെങ്കിൽ Q0 എന്ന് പറയുന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു കൊളംബിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കിനെ Q0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഈ ചാർജ് ഇരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലുമല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ VR എന്ന് പറയുന്നത്, അതായത് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ചാർജ് ഇല്ല എങ്കിൽ ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഈ ചാർജിനെ എത്തിക്കാൻ ഒരു വർക്കും ചെയ്യേണ്ടതില്ല. സോ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്? കാരണം ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലാണ് VR. ഇവിടെ ഈ ചാർജ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ VR എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊട്ടൻഷ്യൽ എനർജി U എന്ന് പറയുന്നത് 0 ആയി പോകും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് മീൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ റിക്വയർഡ് ടു ബ്രിങ് that charge from infinity to the given point in the electric field. If there is no electric field, then potential energy will be 0. ഇതിപ്പോൾ ഒരു ചാർജിൻ്റെ കേസ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 ചാർജസ്. 2 ചാർജ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, നമുക്ക് ഇത് വായിക്കാം. ഇത് വായിച്ചിട്ട് 2 ചാർജുള്ള കേസ്, അല്ലെങ്കിൽ ഇതിന് താഴെ തന്നെ നമുക്ക് എഴുതി നോക്കാം എന്താണ് കേസ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 ചാർജസ്. 2 ചാർജസ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാനൊരു കോർഡിനേറ്റ് ആക്സിസ് ഒക്കെ എടുക്കാം. Here is a coordinate axis x, y, z. ഇതിൽ ഈ പോയിന്റിൽ എ എന്ന് പറയുന്ന പോയിൻ്റാണ്. ആ പോയിന്റിൻ്റെ പൊസിഷൻ നമുക്ക് R1 എന്ന് കൊടുക്കാം. ഇവിടെ മറ്റൊരു പോയിൻ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിൻ്റ്. ആ പോയിന്റിൻ്റെ പൊസിഷൻ നമുക്ക് R2 എന്ന് കൊടുക്കാം, R2 വെക്റ്റർ. അപ്പോൾ R1 is the position of A, R2 is the position of B. എന്താണ് ഈ 2 പോയിന്റിൽ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ടത് ഈ 2 പോയിന്റിൽ വേറൊരു കാര്യം പ്രത്യേകം ആലോചിക്കണം. ഈ 2 പോയിന്റും ഇരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ്. അതായത് ഇപ്പോൾ ഈ ചാർജ് ഇരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണല്ലോ. അതുപോലെ തന്നെ എയും ബിയും ഇരിക്കുന്നത് മറ്റൊരു ഇലക്ട്രിക് ഫീൽഡിലാണ്. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡുണ്ട്, അല്ലെങ്കിൽ ആ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യലുണ്ട്. ആ പൊട്ടൻഷ്യലാണ് VR1. ബി എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ്, അവിടെയും ഒരു പൊട്ടൻഷ്യലുണ്ട്. ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് VR2. അപ്പോൾ ഈ 2 പോയിന്റിലേക്കുമാണ് നമുക്ക് 2 ചാർജുകളെ കൊണ്ടുവരേണ്ടത്. നമുക്ക് Q1 എന്ന് പറയുന്ന ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവന്ന് എയിൽ പ്ലേസ് ചെയ്യണം. മറ്റൊരു ചാർജ് Q2നെ ഇൻഫിനിറ്റിയിൽ കൊണ്ടുവന്ന് ബിയിൽ പ്ലേസ് ചെയ്യണം. എന്ന് വെച്ചാൽ Q1ഉം Q2ഉം തമ്മിൽ ഇൻഫിനിറ്റ് സെപ്പറേഷനിലായിരുന്നു, അഥവാ ഇൻഫിനിറ്റിയിലായിരുന്നു. ആ ചാർജിനെ കൊണ്ടുവന്ന് എയിലും ബിയിലുമായിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണം? അത്രയും വർക്കാണ് ഈ 2 ചാർജസിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമ്മുടെ ഉദ്ദേശം
എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് Q1 പ്ലേസ് ചെയ്യാൻ എത്ര വർക്ക് ആവശ്യമാണ്? എ എന്ന് പറയുന്ന പോയിന്റിൽ Q1 പ്ലേസ് ചെയ്യാൻ ആവശ്യമായ വർക്ക് W1 എന്ന് കൊടുക്കാം. എന്താണ്? 1 കൊളംബിനെ ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാൻ VR1 എന്ന് പറയുന്ന വർക്ക് വേണം. അപ്പോൾ Q1 ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാൻ എത്ര വർക്ക് വേണം? VR1 ഇൻറ്റു Q1. ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ Q1 എന്ന് പറയുന്ന ചാർജ് എവിടെ എത്തിക്കഴിഞ്ഞു? എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് Q1 കൊണ്ടുവച്ചതുപോലെ തന്നെ മറ്റൊരു ചാർജ് Q2 ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവന്ന് ബിയിൽ പ്ലേസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യും? അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് ബി? വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് ബി? ഈക്വൽസ്. ഓൾറെഡി ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഏത് പൊട്ടൻഷ്യൽ? VR2. VR2. കാരണം ബി എന്ന് പറയുന്ന പോയിന്റ് മറ്റൊരു ഇലക്ട്രിക് ഫീൽഡിലായതുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. പ്ലസ് ഇപ്പോൾ ഈ ചാർജ് Q1 എന്ന് പറയുന്ന ചാർജ് ഇവിടെ വന്നത് കാരണം ഈ ചാർജ് കാരണം ഇവിടെ മറ്റൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒന്ന് അറിയേണ്ടി വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് R12 എന്ന് കൊടുക്കാം. R12 Q1 എക്കും ബിക്കും ഇടയിൽ ഡിസ്റ്റൻസ് R12. അപ്പോൾ ഈ പോയിന്റിൽ Q1 കാരണം ഒരു പൊട്ടൻഷ്യൽ കൂടി ഉണ്ടായിരിക്കും. എത്രയാണ് ആ പൊട്ടൻഷ്യൽ? 1/4πε0 ഇൻറ്റു Q1/R12. Q1/R12. ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ, ടോട്ടൽ പൊട്ടൻഷ്യൽ. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്നും 1 കൊളംബിനെ കൊണ്ടുവന്ന് ബിയിൽ പ്ലേസ് ചെയ്യാൻ ആവശ്യമായ വർക്കാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് 1 കൊളംബിന് പകരം നമുക്ക് ഇനി കൊണ്ടുവരേണ്ടത് Q2 എന്ന് പറയുന്ന ചാർജിന് ഇൻഫിനിറ്റി കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യണം. 1 കൊളംബിന് ഇത്രയും വർക്ക് ചെയ്യണമെങ്കിൽ Q2 എന്ന് പറയുന്ന ചാർജിനെ ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ പൊട്ടൻഷ്യലിനെ Q2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So what is the amount of work done required to bring another charge Q2 from infinity to this point? അപ്പോൾ എന്ത് ചെയ്യണം? ബിയിലുള്ള പൊട്ടൻഷ്യൽ VR2 പ്ലസ് 1/4πε0 ഇൻറ്റു Q1/R12. ഇത് ബിയിലുള്ള ആകെ പൊട്ടൻഷ്യലാണ്. അതിനെ Q2 കൊണ്ട് മൾട്ടിപ്ലൈ. സോ വാട്ട് ഈസ് W2? VR2 into Q2 plus 1/4πε0 Q1 Q2/R12. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതോടുകൂടി Q2 എന്നുള്ള ചാർജ് ബിയിലെത്തിക്കഴിഞ്ഞു. W1 എന്ന് പറയുന്ന വർക്ക് ചെയ്തപ്പോൾ Q1 ഓൾറെഡി എയിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ എത്ര വർക്ക് ചെയ്യണം? ടോട്ടൽ വർക്ക് W എന്ന് പറഞ്ഞാൽ Q1 എയിൽ ഫിക്സ് ചെയ്യണം, Q2 ബിയിൽ ഫിക്സ് ചെയ്യണം. എത്ര ഡിസ്റ്റൻസ് അകലെയായിട്ട്? R12 ഡിസ്റ്റൻസ് അകലെയായിട്ട്. അതിനുള്ള ആകെ വർക്ക് എത്രയാണ്? W ഈക്വൽ ടു W1 പ്ലസ് W2 എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് ആഡ് ചെയ്യാം. ഇതും ആഡ് ചെയ്യാം. ആ ടോട്ടൽ വർക്കിനെയാണ് നമ്മൾ ഈ സിസ്റ്റം ഓഫ് 2 ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽസ്, നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. VR1 ഇൻറ്റു Q അല്ലെങ്കിൽ Q ഇൻറ്റു VR1 പ്ലസ് Q അല്ല Q1 പ്ലസ് VR2 ഇൻറ്റു Q2 പ്ലസ് 1/4πε0 Q1 Q2/R12. ഇതാണ് ഈ സിസ്റ്റം ഓഫ് ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. എവിടെയാണിത് പ്രത്യേകം ആലോചിക്കണം? ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ Q1 ഉം Q2 ഉം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ് എയും ബിയും എന്നുള്ള പോയിന്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ VR1 VR2 എന്ന പൊട്ടൻഷ്യൽ ഉള്ളത്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലായിരുന്നുവെങ്കിൽ VR1 ഉം VR2 എന്ന് പറയുന്ന രണ്ട് പൊട്ടൻഷ്യലും എയും ബിയും എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവില്ല.
അത് നമുക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് പറയാം. എന്താണ് ആ പോയിന്റ്? In the absence of external field, VR1ഉം അതുപോലെ തന്നെ VR2ഉം ഈ രണ്ട് പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാവില്ല. ദെൻ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക U ഈക്വൽസ്, ഇത് 0 ആയി പോവും, ഇതും 0 ആയി പോവും, ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 1/4πε0 ഇൻറ്റു Q1 Q2/R12. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ടു ചാർജസ് തന്നെയാണ്, പക്ഷേ എവിടെ? ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ശരി, അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആദ്യമേ ഇമാജിൻ ചെയ്യുന്നു. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E ആണ്. ഇങ്ങനെയുള്ള ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ പ്ലേസ് ചെയ്യുന്നു. ആ ഡൈപോളാണ് AB എന്ന് പറയുന്ന ഡൈപോൾ. എന്ന് വെച്ചാൽ എയിൽ -Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്, ബിയിൽ +Q എന്ന് പറയുന്ന ചാർജ്. അപ്പോൾ ഈ ഡൈപോളിൻ്റെ മൊമെൻ്റ് ഒക്കെ നമുക്ക് പറയാം. വാട്ട് ഈസ് എ ഡൈപോൾ മൊമെൻറ്റ്? P ഈക്വൽസ് 2AQ. 2A എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് ആണെന്ന് അറിയാം. ഇതിൻ്റെ ലെങ്ത് ആണ് 2A, ചാർജ് Q, ഡൈപോൾ മൊമെൻറ്റ് P. അപ്പോൾ ഡൈപോളിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിൽ ഒരു ആംഗിൾ ഇവിടെ കാണുന്നുണ്ട്. ആംഗിളാണ് തീറ്റ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഒരു ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാവും, അഥവാ ഒരു ടോർക്ക് ഉണ്ടാവും. വാട്ട് ഈസ് എ ടോർക്ക് ഹിയർ? ദ ടോർക്ക് ഈസ് എക്സ്പീരിയൻസ്ഡ് ഈസ് P ക്രോസ് E എന്നായിരുന്നു, അഥവാ PE സൈൻ തീറ്റ. ഈ ടോർക്ക് കാരണം അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഓക്കെ, ഇനി പറയാൻ പോകുന്നത്, അപ്പോൾ ഈ ഒരു ഡൈപോളിൻ്റെ ഈ ഒരു പൊസിഷനിൽ നിന്ന്, തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളാണ് വെച്ചിരിക്കുന്നത്, ഈ ഒരു പൊസിഷനിൽ നിന്നും ചെറിയൊരു ആംഗിള്, അതായത് ഈ ടോർക്ക് എത്രയാണോ ഈ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ടോർക്കിന് ഓപ്പോസിറ്റായിട്ട്, എഗെയിൻസ്റ്റ് ആയിട്ടൊരു ചെറിയ എക്സ്റ്റേണൽ ടോർക്ക് കൊടുത്തുകൊണ്ട് ചെറിയൊരു ആംഗിൾ ഇതിനെ ടേൺ ചെയ്യിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡയഗ്രത്തിലൂടെ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന ഈ ഡൈപോളിനെ ഇവിടെ നിന്നും ഇങ്ങനെയൊരു ഈ ഡയറക്ഷൻ തന്നെ ആവണമെന്നില്ല, ഈ ടോർക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ആ ചെറിയ ആംഗിളാണ് ഡി തീറ്റ. അപ്പോൾ അതിനു വേണ്ടി എത്ര വർക്ക് നമുക്ക് ആവശ്യമുണ്ട്? അപ്പം നമ്മളിപ്പോൾ പറയുന്നത് എന്തുള്ള വർക്കാണ്? ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ റിക്വയർഡ് ടു ടേൺ ഓർ റൊട്ടേറ്റ് ദ ഡൈപോൾ ത്രൂ എ സ്മോൾ ആംഗിൾ ഡി തീറ്റ എഗെയിൻസ്റ്റ് ദ ടോർക്ക് ടോ. അപ്പോൾ നമ്മളിത് എത്ര ടോർക്കാണോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടോർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെ ആയിരിക്കും. സോ വർക്ക് ഈക്വൽ ടു റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് വർക്ക് കാണാനുള്ള ഇക്വേഷൻ ടോർക്ക് ഇൻറ്റു ആംഗിൾ. ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ. സോ DW ഈസ് ഈക്വൽ ടു ടോർക്ക് ഓർ ടോർക്ക് എക്സ്റ്റേണൽ ഇൻറ്റു എത്ര ആംഗിൾ? ഡി തീറ്റ. ഈ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് ഇതേ ടോർക്കിനോട് ഈക്വലൻറ്റും എന്നാൽ ഓപ്പോസിറ്റും ആയിരിക്കണം. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡായിട്ട് ഇതന്നെ നമുക്ക് കൊടുക്കാം. ഈ ടോ എക്സ്റ്റേണൽ എന്നുള്ളതിന് പകരം PE സൈൻ തീറ്റ എന്ന് തന്നെ കൊടുക്കാം. സോ PE സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഈ വർക്ക് എന്തുള്ള വർക്കാണ്? ഈ ഒരു ചെറിയ ആംഗിൾ ടേൺ ചെയ്യാനുള്ള വർക്കാണ്.
അങ്ങനെയാണെങ്കിൽ can you say what is the total amount of work done to rotate the dipole from theta 1 to theta 2? എന്ന് വെച്ചാൽ ഒരു ഇനീഷ്യൽ ആംഗിൾ തീറ്റ 1 നിന്നും ഒരു ഫൈനൽ ആംഗിൾ തീറ്റ 2 ആണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? ടോട്ടൽ വർക്ക് ഡൺ. നമ്മളിനി കാണാൻ പോകുന്നത് ടോട്ടൽ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ഡൈപോൾ. ഏത് ആംഗിളിൽ നിന്നും? ഫ്രം തീറ്റ 1 ടു തീറ്റ 2. സോ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് അല്ലേ, W എന്ന് കൊടുക്കണം. ഈ ഒരു വർക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇൻ്റഗ്രൽ ഓഫ് DW. ലിമിറ്റും കൊടുക്കണം. തീറ്റ 1 നിന്നും മറ്റൊരു ആംഗിൾ തീറ്റ 2 ഇപ്പോൾ DWയുടെ വാല്യൂ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് PE sin theta d theta ഫ്രം തീറ്റ 1 ടു തീറ്റ 2. ഇനി പ്യുവർ ഇൻ്റഗ്രേഷൻ മെത്തേഡാണ്. കോൺസ്റ്റൻസ് ടേമിനെയൊക്കെ പുറത്തേക്ക് എടുക്കാം. P ഡൈപോൾ മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, കാരണം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. സോ PE can be taken outside, then integral of sin theta from theta 1 to theta 2. അപ്പോൾ നമുക്ക് എഴുതാം PE ഇൻറ്റു സൈൻ തീറ്റയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് തീറ്റ എന്നാണ്. മൈനസ് കോസ് തീറ്റ. എന്നിട്ട് അതിന് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം തീറ്റ 1 ടു തീറ്റ 2. സോ ദാറ്റ് ഈസ് W ഈക്വൽസ് തീറ്റയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. PE ഇൻറ്റു തീറ്റയ്ക്ക് ആദ്യം തീറ്റ 2 എന്ന് കൊടുക്കണം. അപ്പം മൈനസ് കോസ് തീറ്റ 2 മൈനസ് ഈ തീറ്റയ്ക്ക് തീറ്റ 1 കൊടുക്കണം. അപ്പോൾ ഓൾറെഡി മൈനസ് വേറെ ഉണ്ട് ഇവിടെ. മൈനസ് കോസ് തീറ്റ 1. ഓക്കെ, വേണമെങ്കിൽ ഇത് ആദ്യം എഴുതാം, ഇത് രണ്ടാമതായിട്ട് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു PE ഇൻറ്റു cos theta 1 minus cos theta 2. ഇപ്പോൾ ഇത് എന്തുള്ള വർക്കാണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ റിക്വയർഡ് ടു റൊട്ടേറ്റ് ദ ഡൈപോൾ വിത്തിൻ ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഫ്രം ആൻ ആംഗിൾ തീറ്റ 1 ടു തീറ്റ 2. അപ്പോൾ ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നിന്നുകൊണ്ട് തീറ്റ 1 എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് തീറ്റ 2 എന്ന് പറയുന്ന ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ വർക്കാണിത്. അല്ലെങ്കിൽ ഇത്രയും വർക്കിനെയാണ് ആ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് പറയുന്നത്. സോ ദാറ്റ് ആ വർക്ക് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി. സോ ദിസ് വർക്ക് U ഓർ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു PE ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. അപ്പോൾ ഇനീഷ്യൽ ആംഗിൾ തീറ്റ 1 ഫൈനൽ ആംഗിൾ തീറ്റ 2 തന്നാൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാവുന്നതാണ് ഈ റൊട്ടേഷൻ ആവശ്യമായിട്ടുള്ളത്. ഇനി മറ്റു ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചോദിക്കുന്നത് ഒരു ഗിവൺ ആംഗിൾ തന്നാൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? അതും കൂടി ശ്രദ്ധിക്കാം. ഇഫ് തീറ്റ 1 ഈക്വൽസ് 90 ഡിഗ്രി ഓർ π/2 റേഡിയൻ എന്ന് വെച്ചാൽ ഇനീഷ്യലി നമ്മുടെ ഡൈപോൾ ഇരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് നേരെ പെർപെൻഡിക്കുലറായിട്ട് തുടക്കം തന്നെ. പിന്നീട് അവിടെ നിന്നും നമ്മൾ മറ്റൊരു ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. ഫൈനൽ ആംഗിൾ തീറ്റ, അത് എത്ര വേണമെങ്കിലും ആവും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടുക? ദെൻ പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽസ് ഇതിൽ കൊടുക്കാം. തീറ്റ 1 90 ആയതോടുകൂടി കോസ് 90 0, തീറ്റ 2 ഇതിന് പറഞ്ഞാൽ തീറ്റ എന്ന് കൊടുക്കാം. എന്താ കിട്ടുക? മൈനസ് PE കോസ് തീറ്റ or U equals minus P dot E. അപ്പോൾ ഈ ഇക്വേഷനാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഡൈപോൾ അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് ഡൈപോൾ നിൽക്കുന്നത് എങ്കിൽ ആ ആംഗിളിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി. ഇനി ഒരു പോയിന്റ് അഡീഷണലായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ചു. ഡൈപോൾ വെക്കുന്ന രീതി നോക്കാം നമുക്ക്.
ഡൈപോൾ വെച്ചിരിക്കുന്നത്. ഇവിടെ -q, ഇത് +q. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് പിയുടെ ഡയറക്ഷനും റൈറ്റിലേക്കാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇയുടെ ഡയറക്ഷനും റൈറ്റിലേക്കാണ്. സോ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ഇ എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ പറയും രണ്ടും പാരലാണ്, അതുകൊണ്ട് തന്നെ ആംഗിൾ തീറ്റയാണ്. സോ ഹിയർ ഇതൊരു കേസായിട്ട് പറയുകയാണ്. സോ ഹിയർ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ പാരലൽ വിത്ത് ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ തീറ്റ 0 ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ടോർക്ക്? ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ടോ ഈക്വൽസ് പി ഇ സൈൻ തീറ്റ എന്നാണ്. സൈൻ തീറ്റയ്ക്ക് വരും സൈൻ 0. സോ ടോർക്ക് 0 ആയിരിക്കും. വാട്ട് അബൌട്ട് പൊട്ടൻഷ്യൽ എനർജി? ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്രകാരം ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഒരു പെർട്ടിക്കുലർ ആംഗിളാണെങ്കിൽ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് -PE cos തീറ്റ എന്നാണ്. തീറ്റ ഈസ് 0. cos 0യുടെ വാല്യൂ 1 ആണ്, പക്ഷെ ഒരു മൈനസ് സൈൻ ഉണ്ട്. സോ -PE. അപ്പോൾ ടോർക്ക് 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി -PE ആണ്. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. ഓൾറെഡി നമുക്കറിയാം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണ്, നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ നമ്മൾ ഈക്വിലിബ്രിയം എന്നാണ് പറയുക. മാത്രമല്ല പൊട്ടൻഷ്യൽ എനർജി മിനിമവുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറയും ഈ ഡൈപോൾ വെച്ചിരിക്കുന്നത് ഡൈപോൾ ഒരു സ്റ്റേബിൾ ഈക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. നൗ അല്ലെങ്കിൽ ഹിയർ the dipole is in stable equilibrium. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഫോഴ്സും ടോർക്കും 0 ആകുന്നതോടുകൂടി ഈക്വിലിബ്രിയത്തിലാണ്. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്നതോടുകൂടി സ്റ്റേബിൾ ഈക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. ഇനി ഇത് നമുക്ക് മറ്റൊരു കേസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്താണ് ഡിഫറൻസ് നോക്കൂ. ഇതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്, അത് റൈറ്റ് സൈഡിലേക്കാണ്. അതേപോലെ തന്നെയാണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് -q ഇവിടെ ആയിരുന്നു, +q ഇവിടെ ആയിരുന്നു. അത് നേരെ ഓപ്പോസിറ്റ് സെൻസിൽ. ഇവിടെ -q ഇവിടെ, +q ഇവിടെ. എന്ന് വെച്ചാൽ ഡൈപോൾ മൊമെൻറ്റ് പിയുടെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. സോ അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്താ? ഇവിടെ രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് തീറ്റ 0 ആയിരുന്നു. സോ ഹിയർ തീറ്റ ഈസ് 180 ഡിഗ്രി എന്ന് വെച്ചാൽ ആൻറ്റി പാരലൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? സോ ഹിയർ ഓൾസോ ഇവിടെയും നമുക്ക് സംഭവിക്കുന്നത് ഫോഴ്സ് 0 തന്നെയായിരിക്കും. നെറ്റ് ഫോഴ്സ് ഈ ടോർക്ക് ഡൈപോൾ മേൽ 0 ആയിരിക്കും. ടോർക്ക് ഈക്വേഷൻ പ്രകാരം PE സൈൻ 180 എന്ന് വരിക. അപ്പോൾ ടോർക്കും 0 ആയിരിക്കും. ഫോഴ്സും ടോർക്കും 0 തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഈ ഡൈപോൾ ഇപ്പോൾ ഈക്വിലിബ്രിയത്തിലാണ്. ദെൻ വാട്ട് അബൌട്ട് പൊട്ടൻഷ്യൽ എനർജി? ആൻഡ് പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽ ടു -PE cos 180 എന്ന് വരും. cos 180 ഈസ് -1. മൈനസ് വരുമ്പോൾ +PE. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു മാക്സിമം വാല്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഈക്വിലിബ്രിയത്തിലാണ്, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്. പൊട്ടൻഷ്യൽ എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. സോ അതുകൊണ്ട് നമുക്കിവിടെ പറയാം ഹിയർ ദ ഡൈപോൾ, ഇവിടെ ഡൈപോൾ ഏത് ഈക്വിലിബ്രിയത്തിലാണ്? ഹിയർ ഡൈപോൾ ഈസ് ഇൻ അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം. ഇത് സ്റ്റേബിൾ ഈക്വിലിബ്രിയത്തിൽ വരുന്നത് തീറ്റ 0 ആവുന്ന സമയത്ത്. അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയത്തിൽ വരുന്നത് തീറ്റ 180 ഡിഗ്രി ആവുന്ന സമയത്ത്. അപ്പോൾ ഇതും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നോട്ട് ഡൗൺ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.